நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. തിരുത്തള്ളേണം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. ശ്രേഷ്ഠമായ തെള്ളേണം. തെള്ളേണം എന്ന് വെച്ചാൽ കൈകൊട്ടിക്കളി. നമ്മുടെ നാട്ടിലുള്ള കൈകൊട്ടിക്കളിക്കാണ് തെള്ളേണം എന്ന് തമിഴകത്ത് പറയുന്നത്. അങ്ങനെ തിരുത്തെള്ളേണം എന്ന ആ ഗാന വിശേഷത്തിൻ്റെ ചുവടൊപ്പിച്ചുകൊണ്ടാണ് മാണിക്യവാചകർ തിരുത്തെള്ളേണം എന്ന ഈ തിരുവാചക അധ്യായം നമുക്കായി കാഴ്ചവെക്കുന്നത്. ഈ കൈകൊട്ടിക്കളിപ്പാട്ട് അതിപ്രാചീനമായൊരു നാടൻ കലാരൂപമാണ്. ഫോക്ക് ഡാൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരു നാടൻ കലാരൂപമാണ് കൈകൊട്ടിക്കളിപ്പാട്ട്. ഈ കൈകൊട്ടിക്കളിക്ക് തിരുവാതിര കളിയെന്നും നമ്മുടെ നാട്ടിൽ പേരുണ്ട്. അതായത് തിരുവാതിര, ഓണം തുടങ്ങിയ ആഘോഷവേളകളിൽ സ്ത്രീകൾ ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിനു ചുറ്റും വട്ടത്തിൽ കൈകൊട്ടി കളിച്ച് പാടി നൃത്തമാടുന്ന ഒരു നൃത്തവിശേഷമാണ് കൈകൊട്ടിക്കളി. ഈ തിരുവാതിരക്കളി എന്ന് പറയപ്പെടുന്ന ഈ കൈകൊട്ടിക്കളി കേരളത്തിൽ ഇന്നും വളരെ പ്രചാരത്തിലുണ്ട്. നമ്മുടെ സാംസ്കാരിക വേദികളിൽ ഇന്നും കൈകൊട്ടിക്കളി പാട്ടുകളും അതേപോലെ ഈ കൈകൊട്ടിക്കളി ഡാൻസുമെല്ലാം വളരെ പ്രചാരത്തിലുണ്ട്. പണ്ട് കാലത്ത് ഇത് തമിഴകത്തുണ്ടായതാണ്, ഒരു കലാരൂപമാണ്. ഈ തിരുത്തെള്ളേണത്തിൽ പ്രധാനമായിട്ടും ശിവപാർവതിമാരുടെ വിവാഹത്തെ കുറിച്ചിട്ടാണ് പണ്ട് കാലത്ത് ഗാനങ്ങൾ അധികം ഉണ്ടായത്. ഇതിനൊരു അനുഷ്ഠാന കലയാണ്. അതായത് പാർവതി ദേവി ശിവനെ വിവാഹം കഴിക്കുമ്പോൾ നടത്തുന്ന ഒരു കലാരൂപമായിട്ടാണ് ഈ കൈകൊട്ടിക്കളി പണ്ട് കാലത്ത് നടന്നിരുന്നത്. പാർവതി സ്വയംവരമാണ് അതിലെ പ്രധാനപ്പെട്ട ഇതിവൃത്തമായി പാടുന്നത്. പിന്നീട് അതിനൊരുപാട് പരിണാമങ്ങളൊക്കെ വന്ന് വികസിച്ച് പലതരത്തിലത് മാറ്റത്തിന് വിധേയമാകുകയും ഇന്ന് തമിഴകത്ത് അത്ര പ്രശസ്തമല്ല. പക്ഷേ കേരളത്തിൽ ഇത് കൈകൊട്ടിക്കളിപ്പാട്ടും അതുപോലെ തിരുവാതിരപ്പാട്ടെന്ന് പറയുന്ന ഈ കളിയും വളരെയേറെ പ്രചാരം നേടിയിട്ടുണ്ട്. ചില ഗവേഷകന്മാർ പറയുന്നത് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കൈകൊട്ടിക്കളി പാട്ടുണ്ടായതെന്ന് പറയുന്നുണ്ട്. അതെന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഈ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം സുഖപൂർണമാക്കാൻ വേണ്ടി സന്തോഷഭരിതമാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കലാരൂപമാണ് ഈ കൈകൊട്ടിക്കളിപ്പാട്ട്. ഇതിലൂടെ ദാമ്പത്യ ജീവിതത്തിന് ശ്രേഷ്ഠതയും മഹത്വവും നൽകാനാണ് ഇവിടെ ഈ സാംസ്കാരിക കലാരൂപം സാധാരണ ഉപയോഗിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ സാംസ്കാരികവും അനുഷ്ഠാനപരവുമായ ഒട്ടനവധി പ്രത്യേകതകൾ കൈകൊട്ടിക്കളിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് ഇവിടെ മാണിക്യവാചകർ തിരുത്തെള്ളേണം രചിച്ചിട്ടുള്ളത്. അപ്പോൾ തിരുത്തെള്ളേണത്തിലൂടെ കവി സൂചിപ്പിക്കുന്നത് മാണിക്യവാചകസ്വാമിയും ശിവനും തമ്മിലുള്ള ഐക്യം പ്രാപിക്കലാണ്. ഈ പാർവതി സ്വയംവരം, പാർവതി ശിവ മേളനം പോലെ തന്നെയുള്ള ഒരു മേളനത്തെയാണ് ഇവിടെയും ഈ തിരുത്തെള്ളേണത്തിലും മാണിക്യവാചകർ പ്രകടിപ്പിക്കുന്നത്. അതായത് ശിവനുമായിട്ടുള്ള ഐക്യം പ്രാപിക്കലാണ്. ഇത് ചിദംബരത്ത് വച്ചാണ് ഈ കാവ്യം രചിച്ചത് എന്നാണ് പറയപ്പെടുന്നത്.
ചിദംബരേശൻ്റെ മുമ്പിൽ വച്ചിട്ടാണ് മാണിക്യവാചകർ ഈ പാട്ട് പാടി ശിവനുമായി ഐക്യം പ്രാപിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ആ പാട്ടിലേക്ക് കിടക്കാം. തിരുമാലും പന്നിയായി ചെന്ന് അറിയാ ചേവടിതൻ ഉരുവം നാം അറിവാനായി അന്തണനായി വന്നോൻ്റെ നാമവും രൂപവുമില്ലാത്തൊരീശൻ്റെ നാമങ്ങളായിരം പാടി നാം കൈകൊട്ടിപ്പാടാം. നാം കൈകൊട്ടി ശിവനാമങ്ങൾ പാടി ഈ ഗാനം ആലപിക്കാം. അപ്പോൾ ശിവൻ്റെ തിരുനാമങ്ങളാണ് ഈ ഗാനത്തിൽ ആലപിക്കപ്പെടുന്നത്. എങ്ങനെയാണ്? തിരുമാലും പന്നിയാൽ ചെന്ന് അറിയാ ചേവടിതൻ ഉരുവം താനറിയാനായി. ശിവൻ്റെ ചേവടികൾ കാണാൻ വേണ്ടി പന്നിയുടെ രൂപത്തിൽ തിരുമാല് വിഷ്ണു ഭഗവാൻ ശിവന്റെ പാദങ്ങൾ അന്വേഷിച്ച് നടന്നു. എന്നിട്ടും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു കഥ കൂടിയുണ്ട്. വിഷ്ണു പന്നിയായി അവതരിച്ച് താണുപോയ ഭൂമിയെ മുകളിലേക്ക് ഉയർത്തിയതായിട്ടും പറയുന്നുണ്ട്. ആ കഥകളെല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. തിരുമാലും പന്നിയായി ചെന്നറിയാ ചേവടി തൻ്റെ ഉരുവം നാം അറിവാനായി അന്തണനായി വന്നു. ബ്രാഹ്മണ വേഷത്തിലാണ് മാണിക്യവാചകരുടെ മുമ്പിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അന്തണൻ്റെ രൂപത്തിൽ വന്ന് ശിവന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ ഭഗവാന്റെ 1000 നാമങ്ങൾ നമുക്ക് ചൊല്ലാം. ശിവൻ എങ്ങനെയുള്ളവനാണ്? രൂപമില്ലാത്തൊരീശ്വരൻ. അദ്ദേഹത്തിന് രൂപമില്ല. അതായത് ശിവഭഗവാൻ രൂപമില്ലാത്തവനാണ്, അരൂപിയാണ്. അരൂപിയായ ഭഗവാന്റെ തിരുനാമങ്ങൾ 1000 പാടി നാം സ്തുതിക്കാം, കൈകൊട്ടി കളിക്കാം. നമുക്ക് ശിവനാമങ്ങൾ പാടി കൈകൊട്ടി നമുക്ക് കളിക്കാമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കൂ. തിരുപ്പെരുന്തുറയിൽ മേവിടുന്നോര ഈശനെ പിറവയ്ക്ക് ബീജമാം വിന തീർത്ത പിന്നാലെ ആരെയും കാണുവതില്ല ഞാൻ. രൂപമേയില്ലാത്തോൻ രൂപമാർന്നോൻ മേവിടും നൽ തിരുവാരൂർ വാണിടുന്ന ഭഗവാനെ കൈകൊട്ടി പാടാം. തിരുവാരൂർ വാഴുന്ന ശിവഭഗവാനെ, തിരുവാരൂർ ശിവക്ഷേത്രത്തിൽ വാണരുളുന്ന ശിവനെ നമുക്ക് പാടിപ്പുകഴ്ത്താം. എങ്ങനെ? തിരുപ്പെരുന്തുറയിൽ മേവിടുന്നോൻ, തിരുപ്പെരുന്തുറയിൽ മേവുന്ന ശിവനെ നമുക്ക് വാഴ്ത്തിപ്പാടാം. പിറവിക്ക് ബീജമായ ശിവൻ, എല്ലാ ജന്മങ്ങൾക്കും കാരണമായിട്ടുള്ള, എല്ലാ ജീവനുകൾക്കും കാരണമായിട്ടുള്ള ശിവൻ. അപ്പോൾ എല്ലാത്തിനും കാരണമായിട്ടുള്ള ബീജമായിട്ടുള്ള ശിവൻ. ആ ശിവൻ എങ്ങനെയുള്ളവരാണ്? വിന തീർത്ത പിന്നാലെ, വിനകൾ, കർമ്മവിനകളെല്ലാം അവസാനിപ്പിക്കുന്ന ശിവൻ. അങ്ങനെയുള്ള ശിവഭഗവാനെ പോലുള്ളൊരു ഈശനെ വേറെ കാണാൻ കിട്ടുകയില്ല. ഞാൻ ആ ശിവപാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. രൂപമേയില്ലാത്തവൻ, അരൂപിയായ ശിവൻ, രൂപമാർന്നവൻ, അതോടൊപ്പം തന്നെ രൂപം ധരിച്ചവനും രൂപമില്ലാത്തവനും രൂപം ധരിച്ചവനുമായ ശിവൻ. അങ്ങനെ മേവുന്ന ശിവനെ, തിരുവാരൂർ വാഴുന്ന ശിവനെ ഞാനിതാ വാഴ്ത്തിപ്പാടുന്നു. അപ്പോൾ തിരുവാരൂർ വാണരുളുന്ന ശിവനെ, ആദിയും അന്തവുമില്ലാത്ത, രൂപമില്ലാത്ത, രൂപരഹിതനായ, അതോടൊപ്പം തന്നെ രൂപം പ്രാപിച്ച, ശിവരൂപം പ്രാപിച്ച ആ ശിവസ്വരൂപത്തെ ഞാനിതാ കൈതൊഴുത് വാഴ്ത്തി കൈകൊട്ടിപ്പാടി
ശിവനെ ആരാധിക്കുന്നു. ഹരിക്കും ബ്രഹ്മാവിനും മറ്റുള്ള ദേവന്മാർക്കും ദർശനമേകിടാത്തൊരീശൻ വന്ന് നമ്മെ കരളലിയുമാറായി തീർത്ത് എന്ന് കേട്ട് ലോകർ ചിരിക്കുകയും വാഴ്ത്തി തെള്ളേണം കൊട്ടിയിടേണം. ഈ തിരുത്തെള്ളേണം പാട്ട് പാടി നമുക്ക് ശിവനെ ആരാധിക്കാം. ശിവൻ എങ്ങനെയുള്ളതാണ്? ഹരിക്കും ബ്രഹ്മാവിനും മറ്റ് ദേവന്മാർക്കും ദർശനമേകിടാത്തവനാണ്. അപ്പോൾ ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും ദർശനം നൽകാത്ത ശിവനാണ് നമുക്ക് നിസാരക്കാരിൽ വെച്ച് നിസാരക്കാരായ നമുക്ക് ദർശനം നൽകി നമ്മളെ അനുഗ്രഹിച്ചത്. അങ്ങനെ ദർശനമേകി വന്ന് നമ്മെ കരളലിയുമാറായി തീർത്തു. നമ്മുടെ ഇരുമ്പ് പോലുള്ള ഉരുക്ക് പോലുള്ള കരളിനെ, ഹൃദയത്തെ വെണ്ണ പോലെ മൃദുതരമാക്കി മാറ്റി ഈ ശിവഭക്തി കൊണ്ട് നമ്മുടെ ഹൃദയത്തെ മുഴുവനും നിറച്ച അല്ലയോ ശിവഭഗവാൻ, അങ്ങയെ കൈകൊട്ടിപ്പാടി ഞങ്ങൾ സ്തുതിക്കുന്നു. അപ്പോൾ ഹരിക്കും ബ്രഹ്മാവിനും പോലും കണ്ടെത്താനാകാത്ത ശിവഭഗവാനാണ് നിസാരക്കാരായ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് ദർശനം നൽകിയത്. അങ്ങനെ നമ്മുടെ ഉരുക്ക് പോലുള്ള ഹൃദയത്തെ വെണ്ണ പോലെ മൃദുലതരമാക്കി മാറ്റി നമ്മിൽ ശിവഭക്തി നിറച്ച അല്ലയോ ഭഗവാൻ, അങ്ങയെ ഞങ്ങൾ കൈകൊട്ടിപ്പാടി സ്തുതിക്കുന്നു. നിഷ്ക്രിയരാകുന്ന ദേവന്മാരെന്നെയും നിർഗതിയാക്കാതെ സംസാരമാകുന്ന മായയിൽ നിന്നെന്നെ കാത്തോനാം പരം ജ്യോതി നവ്യപ്രകാശത്താൽ ഗർവമകറ്റിയിട്ട് ശിവമാക്കി എന്ന് നാം തെള്ളേണം കൈകൊട്ടിപ്പാടി നാം ആ ശിവഭഗവാനെ സ്തുതിക്കണം. എങ്ങനെ? നവ്യപ്രകാശത്താൽ ഗർവമകറ്റി നമ്മുടെ അഹംഭാവത്തെ പൂർണ്ണമായും ആ നവ്യമായ പ്രകാശധാരയിൽ ഇല്ലാതാക്കി. അതായത് നമ്മുടെ അജ്ഞാനത്തെ പരിപൂർണമായി ശിവജ്യോതി കൊണ്ട് ഇല്ലാതാക്കി. അങ്ങനെ ശിവതേജസ്സിനാൽ നമ്മുടെ മനസ്സിലെ അന്ധകാരത്തെ മുഴുവനും ഇല്ലാതാക്കി അവിടെ ശിവജ്യോതി പകർന്നു തന്നു. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ പ്രകാശമായി ശിവപ്രകാശമാക്കി മാറ്റിയ അല്ലയോ ശിവഭഗവാൻ, അങ്ങയെ കൈകൊട്ടിപ്പാടി ഞങ്ങൾ സ്തുതിക്കുന്നു. എങ്ങനെ? നിഷ്ക്രിയരാകുന്ന ദേവന്മാരെന്നെയും നിർഗതിയാക്കാതെ സംസാരമാകുന്ന മായയിൽ നിന്നെന്നെ കാത്തു രക്ഷിച്ചവൻ. അങ്ങനെയുള്ളവനാണ് ആ പരഞ്ജ്യോതി. ആ പരഞ്ജ്യോതിയായ ശിവൻ നിഷ്ക്രിയരാകുന്ന ദേവന്മാർക്ക് പോലും ദർശനം നൽകിയില്ല. പക്ഷേ നിർഗതിയിൽ ചരിക്കുന്ന, ഗതിയില്ലാതെ സഞ്ചരിക്കുന്ന എനിക്ക് ഗതി നൽകുകയും സംസാരമാകുന്ന മായയിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും ചെയ്തവനാണ് ശിവഭഗവാൻ. അപ്പോൾ ഗതിയില്ലാതെ അലയുന്ന എന്നെ ശിവമാർഗത്തിലേക്ക് നയിക്കുകയും അങ്ങനെ ശിവസാക്ഷാത്കാരം നൽകി എന്നെ അനുഗ്രഹിക്കുകയും അങ്ങനെ എനിക്ക് ഗതി നൽകുകയും ചെയ്ത മഹാ ഈശ്വര, അങ്ങയെ ഞാൻ കൈകൊട്ടിപ്പാടുന്നു. മാത്രമല്ല, മായയിൽ നിന്നെന്നെ കാത്തോനാം, മായയിൽ നിന്ന്, ഈ ജീവിതമാകുന്ന മായയിൽ നിന്ന്, ഈ മായാജീവിതത്തിൽ നിന്ന് എന്നെ കരകയറ്റി എന്നിൽ പ്രകാശം ചൊരിഞ്ഞ പരഞ്ജ്യോതിയാണ് അങ്ങ്. അപ്പോൾ എൻ്റെ മനസ്സിലെ എല്ലാ ഇരുട്ടിനെയും അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കി പ്രകാശമാകുന്ന ജ്ഞാന ഒളി എന്നിൽ പകർത്തിയ അല്ലയോ പരംജ്യോതിയെ അങ്ങയെ ഞങ്ങൾ കൈകൊട്ടിപ്പാടി സ്തുതിക്കുന്നു എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ ഇവിടെ ശിവനുമായിട്ട് ഐക്യം പ്രാപിച്ച മാണിക്യവാചകരുടെ ആ സ്തുതി ഗീതങ്ങളാണ്, ശിവസ്തുതികളാണ് നാം ഇവിടെ കാണുന്നത്. പെരിയോരാം വിണ്ണോർക്കും ഹരിക്കും ബ്രഹ്മാവിനും അരിയോ നാം ഈശ്വരൻ ഒരു രൂപം പൂണ്ടിട്ട്
നരന്മാരും ആനന്ദം പൂണ്ടിടാനായിട്ട് പിറവിയില്ലാതാക്കി ഉള്ളിൽ കടന്നതാം പെരുമയെ വാട്ടി നാം തെള്ളേണം, കൈകൊട്ടിപ്പാടേണം. നാം കൈകൊട്ടിപ്പാടണം. എന്താണ്? പെരിയോരാം വിണ്ണോർക്കും ഹരിക്കും ബ്രഹ്മാവിനും മതിയോ നാം ഈശ്വരൻ ഒരു രൂപം പൂണ്ടിട്ട് നരന്മാരാക്ക് ആനന്ദം പൂണ്ടിടാനായിട്ട് പിറവിയില്ലാതാക്കാനായിട്ട് അങ്ങ് ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ അന്തണ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ വിണ്ണോർക്കും ഹരിക്കും ബ്രഹ്മാവിനും പോലും കണ്ടെത്താനാകാത്ത ആ ശിവഭഗവാൻ അന്തണ രൂപത്തിൽ ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഞങ്ങൾക്ക് പിറവിയില്ലാതാക്കി ഇനിയൊരു ജന്മം ഇല്ലാത്ത തരത്തിൽ ശിവമോക്ഷം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. പിറവിയില്ലാത്തോനാക്കി ഉള്ളിൽ കടന്നതാം പെരുമയെ വാഴ്ത്തി നാം തെള്ളേണം. ആ പെരുമയെ, ശിവൻ്റെ പെരുമയെ, ശിവൻ്റെ മഹത്വത്തെ നമുക്ക് പാടിയാടി രസിക്കാം. അപ്പോൾ ശിവമഹത്വത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും വീണ്ടും കീർത്തനമാലപിക്കാം. വിണ്ണവർക്ക് പോലും ദേവന്മാർക്ക് പോലും കാണാൻ പ്രയാസമായ ശിവമഹത്വം സാധാരണക്കാരിൽ വച്ച് സാധാരണക്കാരായ നമുക്ക് പ്രത്യക്ഷപ്പെടുത്തി തരികയും നമ്മെ പിറവി ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കുകയും അങ്ങനെ സംസാര സമുദ്രത്തിൽ നിന്ന് എന്നേക്കുമായി കരകയറ്റം ചെയ്ത അല്ലയോ പിതാവായ ഭഗവാൻ, അങ്ങയുടെ തിരുനാമങ്ങൾ പാടി അങ്ങയെ കൈകൊട്ടിക്കളിച്ച് ഞങ്ങൾ പാടി സ്തുതിക്കുന്നു. ഈ സ്തുതി ഗീതങ്ങൾ അങ്ങ് സ്വീകരിച്ചാലും. അപ്പോൾ ഞങ്ങളുടെ വെണ്ണ പോലുള്ള ഹൃദയം, ഞങ്ങളുടെ ഹൃദയം ഉരുക്ക് പോലുള്ളതായിരുന്നു, അതിനെ വെണ്ണ പോലെ ഭക്തിസാന്ദ്രമാക്കി ഞങ്ങൾ പാടുന്ന ഈ ഗാനങ്ങൾ, ഈ ശിവസ്തുതികൾ അല്ലയോ ഭഗവാൻ അങ്ങ് വന്ന് സ്വീകരിച്ച് ഞങ്ങളോടൊത്ത് ഞങ്ങളുടെ ഹൃദയവാസിയായി അങ്ങ് വസിക്കണമേ എന്നാണ് ഇവിടെ മാണിക്യവാചകർ പാടുന്നത്. അപ്പോൾ മാണിക്യവാചകർക്ക് ശിവനുമായി ഐക്യം പ്രാപിക്കുമ്പോഴുണ്ടാകുന്ന ആ മധുരമനോഹരമായ സ്തുതിഗീതങ്ങളാണ് ഇവിടെ മാണിക്യവാചകർ ആലപിക്കുന്നത്. അപ്പോൾ ഈ സ്തുതിഗീതങ്ങളെല്ലാം ശിവസ്തുതികളാണ് എന്നോർക്കുക. ഈ ശിവസ്തുതികൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഈ ഐക്യം പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ സന്തോഷാധിക്യത്താൽ പാടുന്ന പാട്ടുകളാണ് ഈ കൈകൊട്ടിക്കളിപ്പാട്ട്. അപ്പോൾ കൈകൊട്ടിക്കളിപ്പാട്ടിലൂടെ ശിവനുമായി ഐക്യം പ്രാപിക്കുന്ന മാണിക്യവാചകരെയാണ് നാം കാണുന്നത്. ഇത് ചൊല്ലുന്ന നമുക്കും ഈശ്വര സാക്ഷാത്കാരം, ശിവസാക്ഷാത്കാരം ലഭിച്ച് നാമും ആനന്ദ നിർവൃതിയിൽ ആറാടി ശിവസ്തുതികൾ ആലപിക്കുന്നു. ഇതാണ് മാണിക്യവാചകൻ ഈ അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട ശിവരഹസ്യം. ഓം ശിവായ നമഃ.